ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. ഇന്നിപ്പോൾ കണ്ടില്ല, എൻ്റെ കയ്യിൽ കുറേ വെട്ട് കഷ്ണങ്ങളുണ്ട്. ഈ വെട്ട് കഷ്ണങ്ങളിൽ ഞാനൊരു പ്രിൻസസ് കട്ട് ഒപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് കുറച്ച് തുണിയുള്ളൂ, അതിനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളൊരു ഒപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 13.5 ഇഞ്ചാണ്. അതിൻ്റെ ഒപ്പം ഒരു 2.25 ഇഞ്ച് ഞാൻ സീം അലവൻസ് എടുക്കുന്നുണ്ട്. കാറ്റായ കാരണം തുണി ഭയങ്കരമായിട്ട് പറന്നു പോവുകയാണ്. ഇനി നമ്മൾ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഒപ്പം ഒരു 2.25 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൂട്ടി ഞാനിപ്പോൾ വരയ്ക്കുന്നതൊക്കെ നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണിയിലാണ് കേട്ടോ. ഒരു ലെഗ് വിട്ട് ഞാനൊരു 2.25 ഇഞ്ചും ഷോൾഡർ 2.5 ഇഞ്ചും ആം ഹോൾ 5 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഇനി ഇതൊക്കെ വരച്ചതിന് ശേഷം എൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് 34ആണ്. അപ്പോൾ അത് നമ്മൾ 8.5 ഇഞ്ച്, അതിൽ 4 ഭാഗം 8.5 ഇഞ്ചും 2 ഇഞ്ച് സീം അലവൻസും വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് വരുന്നത് 26 ഇഞ്ചാണ്. 26 ഇഞ്ച് എന്ന് പറയുമ്പോൾ 6.5 ഇഞ്ചാണ് 4 ഭാഗത്തിൽ വരുന്നത്. 6.5 പ്ലസ് തയ്യൽ തുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഫ്രണ്ട് പോർഷനാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പം 6.5 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പും അതുപോലെ തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ പ്രിൻസസ് കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് വെറുതെ ടക്ക് പിടിച്ചടിക്കുന്നില്ല. അപ്പോൾ 1/2 ഇഞ്ച് വീതം അതിനുള്ളതാണ് ആ 1 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കുന്നത്. വേസ്റ്റിൻ്റെ ഒപ്പം 2 ഇഞ്ചും പ്ലസ് 1 ഇഞ്ചുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നെക്ക് നമ്മുടെ ആവശ്യത്തിന് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ ഒരു 5.5 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കെടുത്തേക്കുന്നത്. ഇനി അതിനുശേഷം ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തു. 9 ഇഞ്ചാണ്. 9 പ്ലസ് 1/2 ഇഞ്ച് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം താഴത്തേക്ക് നേരെ ഒരു സ്ട്രൈറ്റ് ലൈനും ആം ഹോളിൻ്റെ സൈഡിലേക്ക് ഒരു ചെറിയ ഒരു ലൈനാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അടുത്തത് നമ്മുടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ ഇതുപോലെ തന്നെ തുണി 2 മടക്കിയിട്ടതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞു കട്ട് പീസുകൾ ഈ വേസ്റ്റ് വന്ന പീസുകളിൽ നിന്നാണ് ഞാനത് ഒപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു തരികയാണ്. അതിനുശേഷം ഒരു 1/4 ഇഞ്ച്, ആ 1/4 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത് പട്ട തയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹുക്ക് വെക്കുന്ന പട്ട ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ് ആ 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിൽ വിട്ട് വന്നിട്ട് 2.25 ഇഞ്ചും 2.5 ഇഞ്ച് തന്നെ ഷോൾഡറും 5 ഇഞ്ച് ആം ഹോൾ, ചെസ്റ്റ് വന്നിട്ട് 8.5, 2 ഇഞ്ച് സീം അലവൻസ്. ഇതെല്ലാം നമ്മൾ ആ 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 6.5 ഇഞ്ച് വേസ്റ്റും 2 ഇഞ്ച് സീം അലവൻസ്. നമ്മൾ ആ ലൈൻ ഷേപ്പ് വരച്ചെടുത്തു. അതുപോലെ ഒരു 1.25 ഇഞ്ച് തന്നെ ബാക്കിൻ്റെ ആം ഹോൾ ഞാൻ കുഴിച്ച് കിട്ടാൻ വരയ്ക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.